അതിദാരുണയാം കാൽവരി മലയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ ഒരു യോഗ്യതയും ഹൃദയമൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ ഒരു മോചന പറയാനില്ലായേ. ഒരു മോചനയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. സ്തോത്രം. അമ്മേ, നമുക്ക് കണ്ണുകൾ അടച്ചെക്കുറിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം നമുക്ക് കർത്താവിനെ പാടി പകർത്തുവാൻ കർത്താവേ യേശുക്രിസ്തു നിമിഷത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും തന്നെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. സ്വർഗ്ഗ നല്ല പിതാവിനെ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം കർത്താവ് യൂത്ത് മീറ്റിംഗ് സംബന്ധമായി കർത്താവിനെ സന്നിധിയിൽ കടന്നു വരുന്നല്ലോ. കർത്താവെ കുറച്ച് നിമിഷമാണെങ്കിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിനെ പാടി പകർത്തുവാൻ കർത്താവിനെ ഒരിക്കൽ നിമിഷത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവെ രാത്രികാലം കർത്താവിനെ സന്നിധി യൂത്ത് മീറ്റിംഗിനെ കർത്താവിനെ ശ്രമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ കർത്താവിനെ എല്ലാവർക്കും കർത്താവിനെ അനുഗ്രഹമായി തീരാൻ കർത്താവിനെ നിർത്തേ. എല്ലാ പ്രോഗ്രാം അനുവദിക്കുന്ന എല്ലാവരും എല്ലാം കുഞ്ഞുകുട്ടികളും കർത്താവിനെ ശ്രമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവെ എല്ലാം ഭാരവാഹികളെ ശ്രമിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹമായി തീരാൻ കർത്താവിനെ നിർത്താൻ രാത്രികാലം മീറ്റിംഗ് നടക്കുന്ന കർത്താവെ വേറെ അനുഗ്രഹമായി തീരാൻ കർത്താവിനെ കടന്ന എല്ലാവരും കർത്താവ് എല്ലാ ദേവദാസന്മാരെ കർത്താവിനെ അനുഗ്രഹിക്കുവാനെ ശ്രമിച്ച് പ്രാർത്ഥിക്കാണ്. പ്രാർത്ഥനയുടെ യേശു നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ ആൽവിൻ മാത്യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി വെൽക്കം സ്പീച്ച് ആണ്. അതിനായി പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് അവരെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാത്രികാലം യൂത്ത് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ സഹോദരി ജെമിമ സണ്ണി, അതുപോലെ നമ്മുടെ മിനിസ്ട്രിയുടെ കോൺട്രാക്ട് ചെയർമാൻ ആയിരിക്കുന്ന തോമസ് ചെറിയാൻ, ഞങ്ങളെ കുടുംബം, ഈ യൂത്തിന്റെ സെക്രട്ടറി സിസ്റ്റർ ബീന കെ ജെ, ജോയിന്റ് സെക്രട്ടറിമാരായ ജാനറ്റ് ജെയ്സനെ, അതുപോലെ ആൽവിൻ മാത്യു, മറ്റു ഭാരവാഹികൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ മീറ്റിങ്ങിന് ഈ സ്വാഗതത്തിന് ശേഷം അല്പ കാര്യങ്ങൾ പറയാനുണ്ട്. സ്വാഗതം പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ ഇതിന് ശേഷം പറയാം. അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ മീറ്റിംഗിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സിസ്റ്റർ ജെമിമ സണ്ണിയാണ്. യൂത്ത് മീറ്റിംഗ് തുടങ്ങിയ കാലം മുതൽ വളരെ ആക്റ്റീവായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. പ്രത്യേകം നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ മകളോടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നു. സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ കോൺട്രാക്ട് ചെയർമാൻ നമുക്ക് ഇങ്ങനെ ഒരു വേദി നമുക്ക് അവൈലബിളാക്കി തന്ന കർത്താവിന്റെ ദർശനത്തിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുമിച്ച് കൂടുവാൻ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരുമിച്ച് കൂടി
ദൈവത്തെ ആരാധിക്കുവാനും വിവിധ പ്രോഗ്രാമുകളൊക്കെ നടത്തുവാൻ, ദൈവികമായ പ്രോഗ്രാമുകളൊക്കെ നടത്തുവാൻ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ തോമസ് ചെറിയാൻ അങ്കിളിനെ ഈ കുടുംബത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹൈദരാബാദ് പ്രയർ സെല്ലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബ്രദർ സജു തങ്കച്ചനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മീറ്റിംഗിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ ബീന കേജ വളരെ ആത്മാർത്ഥയോടെ തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനും പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി വളരെയധികം അഹോരാർത്ഥം പണിയെടുക്കുന്ന ഒരു സഹോദരിയാണ്. പ്രിയ സഹോദരിയെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറിമാരായ ജാനറ്റ് ജെയ്സനെ, ബ്രദർ ആൽബിനെ, ഇവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ആൽവിൻ ആണല്ലോ വർഷിപ്പ് തുടങ്ങിയത്. ആൽവിന്റെ കൂടെ ആൽവിന്റെ മമ്മിയോട് ഉണ്ടായിരുന്നു. പ്രിയ ഷിജിമോളാനിക്കും ഹാർദവമായി സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. പ്രൈസിലോട്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാരെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മിനിസ്ട്രിയുടെ ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, നമ്മുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ മീറ്റിംഗില് ബൈബിൾ ക്വിസ് മത്സരം നടത്തുമ്പോൾ അത് ഉത്തരം പറയുന്നവരുടെ വീഡിയോ കൃത്യമായിട്ട് ഓൺ ആയിരിക്കണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കത്തില്ല. എത്ര വലിയ ഉത്തരവാണെന്ന് പറഞ്ഞാലും മാർക്ക് ലഭിക്കത്തില്ല. അതുപോലെ തന്നെ പ്രോഗ്രാം നടത്തുന്നവർ കഴിവതും വീഡിയോ ഓൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല. നമ്മൾ പരസ്പരം പലയിടങ്ങളിൽ ഇരുന്ന് കാണുവാൻ വേണ്ടിയാണല്ലോ നമ്മൾ നേരിട്ട് അടുത്തുള്ളവരെല്ലാവരും. അപ്പോൾ നമ്മളത് കാണുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സൂം പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ കഴിവതും നമ്മളെ ഈ മീറ്റിംഗ് നമ്മളെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കണം. പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരെ ഇത് ലാസ്റ്റ് വരെ ഇരിക്കണം. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളെ റിമൂവ് ആയാലും ലീവായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണല്ലോ. അപ്പോൾ തന്നെ പ്രോഗ്രാം നമുക്ക് വളരെ സക്സസ് ആയ നിലയിൽ മുന്നോട്ട് പോകണം. ഈ പ്രാവശ്യം തന്നെ നമ്മൾ അനേകം പേരെ അടുത്ത മീറ്റിംഗിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അതുപോലെ പ്രോഗ്രാം വന്നു. പക്ഷെ എങ്കിലും വ്യൂവേഴ്സിന്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമുക്ക് പരിചയമുള്ളവരെ പ്രോഗ്രാം അവതരിപ്പിക്കാനല്ലാതെ തന്നെ ഇത് കാണാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കണം. അത് പ്രത്യേക താല്പര്യം എടുത്ത് നമ്മളത് ചെയ്യണം. കാണാൻ വേണ്ടി ആകുമ്പോൾ ആളുകൾ കയറും. പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറയുമ്പോഴാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നമ്മളെ തുടങ്ങിയ അന്ന് മുതൽ ഒക്ടോബറിലാണ് തുടങ്ങിയത്. ഏതാണ്ട് 10ാമത്തെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ പ്രത്യേക ഇത് നമ്മളൊരു മത്സര ഇനം അല്ലെങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പാസ്റ്റർമാർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കും. അതുപോലെ നല്ല പ്രോഗ്രാം തുടർച്ചയായിട്ട് അവതരിപ്പിക്കുന്നവർക്കുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആയിട്ട് കയറുന്നവർക്കുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതിന്റെ എല്ലാം സ്പോൺസർ ബീന സിസ്റ്റർ ആണ്. പ്രത്യേകം ഓർപ്പിക്കുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ജാൻസി സിസ്റ്റർ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമിലും 5 പേരിലധികം കൊണ്ടുവരുന്നവർക്ക് ഒരു വർഷം കഴിയുമ്പോൾ അതിന് പ്രത്യേക സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇത് മുൻപേ പറഞ്ഞ പോലെ തന്നെ ആദ്യോടന്തം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നവരെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത മീറ്റിംഗിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഒക്കെ നിങ്ങൾ ക്ഷണിക്കുക. അങ്ങനെ നമ്മുടെ ഈ പ്രോഗ്രാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. യുവാക്കളെയാണല്ലോ ദൈവം ആഗ്രഹിക്കുന്ന. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നട്ടലെന്ന് പറയുന്ന യുവാക്കളാണ്. യുവാക്കൾ വളർന്നു വന്നെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ. അത് അനുസരിച്ചുകൊണ്ട് നമ്മൾ യുവാക്കൾ, ഇത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു എക്സ്ക്യൂസും പറയാതെ, ഇത് മാസത്തിൽ ആകെ 2 പ്രാവശ്യമുള്ളൂ. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്കൊന്ന് വിനിയോഗിക്കാമല്ലോ. നമ്മളൊക്കെ മൊബൈൽ ഫോൺ വെച്ചോണ്ട് മണിക്കൂറുകളോളം ഇരിക്കുന്നു. ഒരു പ്രയോജനം ഇല്ലെങ്കിലും ഇരിക്കുന്നുണ്ട്. അപ്പൊ ദൈവനാമത്തിന് വേണ്ടി നമ്മുടെ ഈ യുവത്വം, നമ്മൾ ചില പ്രസ്ഥാനത്തിന്റെ ഒക്കെ നേതാക്കന്മാരെ അവരുടെ മക്കളുടെ ഒക്കെ പോസ്റ്റർ നമ്മൾ ഫ്ലക്സിക്കണം. എന്റെ യുവത്വം എന്റെ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് വേണ്ടി എന്നൊക്കെ ഒരു പോസ്റ്റർ അടിച്ചു വെക്കുന്നതായിട്ട് കാണാം. പക്ഷെ നമ്മളെ ഇത്രയും നിലനിർത്തി, ജീവശ്വാസം നമ്മുടെ മൂക്കിലൂതി നമ്മളെ നിലനിർത്തിയ, നമുക്ക് ജീവൻ തന്ന് നൽകിയ, കഴിക്കാൻ ആഹാരവും പാർക്കാൻ പാർപ്പിടവും ഉടുക്കാൻ വസ്ത്രവും എല്ലാം തന്ന് നമ്മളെ ജീവപര്യന്തം നടത്തി. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ 2023 നമ്മളോടൊപ്പം സഹകരിച്ച പലരും ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ 2024 നമ്മളെ വീണ്ടും ദൈവം നിലനിർത്തിയിരിക്കും. എന്തിനാണ്? ദൈവത്തിന് വേണ്ടി നല്ല ഫലം കായ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഫലം തെരഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്, അത് അടുത്തിരിക്കുകയാണ്. വരുമ്പോൾ ആ നല്ല ഫലം കായ്ക്കുന്നവരായി യുവാക്കൾ തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും
ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വാഗതം അറിയിച്ച ദേവദാസനെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബൈബിൾ റീഡിംഗ് ആണ്. അതിനായി സിസ്റ്റർ മിനിമോൾ കെജനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ സങ്കീർത്തനം 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്തുതിയുണ്ടായിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു ആന്റി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി റിപ്പോർട്ടാണ്. അതിനായി സിസ്റ്റർ ദീന കെ ജെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികൾ ഘോഷിക്കുന്നു. സങ്കീർത്തനം 75:1. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ 10ാമത്തെ പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. പുതിയ ഭാരവാഹികൾ ആയതിനു ശേഷമുള്ള പ്രോഗ്രാമാണിത്. അതുപോലെ ഈ സന്ധ്യാവേളയിൽ ഇങ്ങനൊരു നല്ല സമയം നൽകിയ ദൈവത്തിന് ആദ്യമായി നന്ദി സമർപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ഫൗണ്ടർ ചെയർപേഴ്സൺ തോമസ് ചെറിയാൻ അങ്കിൾ, ആന്റി ആൻഡ് ഫാമിലി, വൈസ് പ്രസിഡന്റ് നമ്മുടെ ബിനു കെ കുരുവിള, സെക്രട്ടറി പാസ്റ്റർ സണ്ണി മത്തായി അവർകൾ, ജോയിന്റ് സെക്രട്ടറി ജോസഫ് പാസ്റ്റർ അവർകൾ, ആൻഡ് യൂത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നമ്മുടെ സ്റ്റീവൻ പാസ്റ്റർ, കൂടാതെ വന്നിരിക്കുന്ന മറ്റെല്ലാ ശ്രേഷ്ഠ ദൈവദാസിദാസന്മാർക്കും യൂത്ത് മെമ്പേഴ്സിനും എന്റെ ഒരു സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകൾ വളരെ ഭംഗിയായി എഡിറ്റ് ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ പോൾ ബ്രദറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നമ്മുടെ സിസ്റ്റർ ജെമിമ സന്യ കൂടെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു, എന്റെ വന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രെയർ മിനിസ്ട്രിയുടെ ആദ്യത്തെ പ്രോഗ്രാം 2024 ജനുവരി 1 നമുക്കൊരു മഹാഭാഗ്യമായിരുന്നു, അല്ലെ? എല്ലാ ഗ്രൂപ്പുകളിലും 1ാമത്തെ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യൂത്ത് ഗ്രൂപ്പ് എന്ന്. 1-ാം തീയതി തന്നെ നമുക്ക് മഹാഭാഗ്യം ലഭിച്ചു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ട് ജനുവരി 2024 ഫസ്റ്റ് രാത്രി 8 മണിക്ക് പുതുവത്സര പുതുമയുമായി നമ്മുടെ ട്രിനിറ്റി ഇന്റർനാഷണൽ യൂത്ത് പ്രോഗ്രാം സിസ്റ്റർ ബീന കെജയുടെ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ചു. 2024 ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ യൂത്ത് മെമ്പേഴ്സിന്റെ വളരെ ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ റെസ്പെക്റ്റഡ് തോമസ് ചെറിയാൻ അങ്കിൾ ആണെന്ന് കടന്നു വരികയും നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെ പുതുവത്സരത്തിലേക്ക് ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മളെ നടത്തുകയും ചെയ്തു. കൂടാതെ ജിനിമോൾ ആൻഡ് പാർട്ടി അന്ന് വളരെ മനോഹരമായ വർഷിപ്പ് നടത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. 1/1/2024 നടന്ന റിപ്പോർട്ട് സെക്രട്ടറി വായിക്കുകയും റിപ്പോർട്ട് പാസ്സാക്കിയത് ജാനറ്റ് ജെയ്സൺ ആയിരുന്നു. തോമസ് അങ്കിൾ പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് ബൈബിൾ റീഡിംഗ് ജിൻസിമോൾ 23-ാം സങ്കീർത്തനം വായിച്ചു. ശേഷം ഒരു സോളോ സോങ് ഡീലാമ മാത്യു ആലപിച്ചു. അന്വേഷിച്ചു കണ്ടെത്തുക എന്ന അടുത്ത പ്രോഗ്രാം നമ്മുടെ സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ഇതിൽ പോയിന്റ് നേടിയവർ സിസ്റ്റർ ജെസി ജോർജ് 3 പോയിന്റ്, സിസ്റ്റർ ജിനു 2 പോയിന്റ്, സ്റ്റീവൻ പാസ്റ്റർ 1 പോയിന്റുകൾ നേടുകയും ചെയ്തു. തുടർന്ന് നമ്മുടെ സിസ്റ്റർ ജാൻസി ജെയ്സൺ ബൈബിൾ ക്വിസ് നടത്തുകയും
സെന്റ് മാത്യു മത്തായിയുടെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിൽ എല്ലാവരും തന്നെ വളരെ മനോഹരമായി പങ്കെടുക്കുകയും പോയിന്റുകൾ കരസ്ഥമാക്കിയത്. ക്വിസ് മാസ്റ്റർ 4 പോയിന്റ്, സിസ്റ്റർ ലത ഷാജി 2 പോയിന്റ്, സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ 2 പോയിന്റ്. മറ്റുള്ളവർക്കെല്ലാം പങ്കെടുത്തവരെല്ലാവരും ഓരോ പോയിന്റുകൾ നേടിയവരും ഇതിലുണ്ട്. ശേഷം ജാനറ്റ് ജെയ്സൺ ഒരു മനോഹരമായ ഗാനം ആലപിച്ചു. തുടർന്ന് ടെസ്റ്റിമണി എന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാവരും തന്നെ പങ്കെടുത്ത് വളരെ മനോഹരമായി 2023 നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നന്ദിയോടെ ദൈവത്തിന് 2024 നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ പങ്കെടുത്തവർ പാസ്റ്റർ സ്റ്റീവൻ ആൻഡ് സിസ്റ്റർ ജെസി ജോർജ്, സിസ്റ്റർ ലത ഷാജി, സിസ്റ്റർ ജാൻസി എൻജെ, സിസ്റ്റർ സിനി ബാബു ആൻഡ് തോമസ് ചെറിയാനെങ്കിൽ. കൂടാതെ സെക്രട്ടറി ആയ ബീന കെജയും സാക്ഷ്യങ്ങൾ പറയുകയും ചെയ്തു. ഇത്രയും പേർ വളരെ മനോഹരമായി ദൈവസന്നിധിയിൽ സാക്ഷ്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഡിസിഷൻ എന്നൊരു പ്രോഗ്രാം ആയിരുന്നു. ഡിസിഷനിൽ നമ്മുടെ ഫൗണ്ടർ ചെയർപേഴ്സൺ തോമസ് ചെറിയാൻ അങ്കിൾ നമുക്ക് വളരെ ശക്തമായി 2024 യൂത്തിനോട് കൂടുതൽ വളരെ ശക്തമായി കടന്നു വരണം എന്ന് ഓർപ്പിക്കുകയും വളരെ നല്ല ഒരു മെസ്സേജ് നമുക്ക് നൽകുകയും ചെയ്യും. ഒരു 15 മിനിറ്റോളം നമുക്ക് നല്ല ഒരു യൂത്തിന് വേണ്ടി മാത്രം അങ്കിൾ ഒരു മെസ്സേജ് നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം 7/1/2024 5:30 മുതൽ 6:15 വരെ യൂത്തിന്റെ ഭാരവാഹികളുടെ ഒരു പ്രത്യേക മീറ്റിംഗ് കൂടുവാൻ സാധിച്ചു. അതിൽ പാസ്റ്റർ സ്റ്റീവൻ പാസ്റ്റർ, സിസ്റ്റർ ജാനറ്റ്, സിസ്റ്റർ ജമീമ ആൻഡ് സിസ്റ്റർ ബീന എന്നിവർ പങ്കെടുക്കുകയും വളരെ അനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും തീരുമാനമെടുക്കുവാനും സാധിക്കുകയും ചെയ്തു. അതിന് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അതിനുശേഷം നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ആയിരുന്നു സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ നൽകുകയും പാസ്റ്റർ TK ജോസ് അവർകൾ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയും ചെയ്തിരുന്നു. നമുക്കിപ്പോൾ നമ്മുടെ യൂത്തിൽ സങ്കീർത്തനം വായന എന്നൊരു ഭാഗം നമ്മൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും തന്നെ യൂത്തായി എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. ദിവസവും സങ്കീർത്തനം ബൈബിൾ വായന എന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നമുക്കൊരു കാരണമാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കടന്നു വരണം. പ്രോഗ്രാമുകൾ ചെയ്യുവാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുവാനുണ്ടെങ്കിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സിസ്റ്റർ ജാനറ്റിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. സിസ്റ്റർ ജമീമയുടെ മുമ്പേ സമർപ്പിക്കുന്നു. റിപ്പോർട്ടിൽ ഭേദഗതി ഇല്ല എങ്കിൽ പാസ്സാക്കാം. ഒരാൾക്ക് പിന്താങ്ങാം. ഞാൻ പിന്താങ്ങുന്നു. ഒരാൾക്ക് പാസ്സാക്കാം. ഓക്കെ. ആൽവിൻ മാത്യു പാസ്സാക്കി. ജാനറ്റ് ജെയ്സൺ പിന്താങ്ങി. ഓക്കെ, താങ്ക് യു. ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കുന്നു. താങ്ക് യു ആന്റി. ഞാൻ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ഒന്ന് വായിക്കാം. സോളോ സോങ് പ്രിസ്കില്ല ബിജോയ്, സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ ജെസി ജോർജ്, സോങ് അൽറ്റീന ബിജോയ്, ആക്ഷൻ സോങ് പെർസിസ് ആൻഡ് പ്രിസ്കില്ല, സോളോ സോങ് പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ്, മെമ്മറി വേർഡ് ജുവൽ ജോൺസൺ, സോളോ സോങ് സിയ ജോൺസൺ, അന്വേഷിച്ച് കണ്ടെത്താം സിസ്റ്റർ ജാനറ്റ് ജെയ്സൺ, സോളോ സിസ്റ്റർ ഹെപ്സിബ, ബൈബിൾ ക്വിസ് സിസ്റ്റർ ജാൻസി ജെയ്സൺ, ചാപ്റ്റർ മാത്യു 6-10, ആക്ഷൻ സോങ് ജവിന ആൻഡ് സിന്ധുജ, വേർഡ് ഓഫ് ഗോഡ് അനുഗ്രഹ ജോഷി, സ്പെഷ്യൽ സോങ് ബ്രദർ ജോയൽ, വോട്ട് ഓഫ് താങ്ക്സ് കമ്മിറ്റി മെമ്പർ. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ്. ആദ്യമായി ഒരു സോളോ സോങ് ആണ് പ്രിസ്കില്ല ബിജോയ്. അതിനുശേഷം സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ ജെസി ജോർജ്. അതിനായി ഒരുങ്ങിയിരിക്കണമെന്ന് അറിയിക്കുന്നു. ആദ്യം സോളോ സോങ് പ്രിസ്കില്ല ബിജോയ്. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പ
അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യാൻ. നീയാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ. അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ അറിയാണപ്പാ. ഞാനാകും ഇടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ. അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ അറിയാണപ്പാ, 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 നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ മറയാൻ. സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. താങ്ക് യു. താങ്ക് യു പ്രിസ്കില്ല. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു ഗാനമായിരുന്നു. അടുത്തതായി സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. അതിനായി സിസ്റ്റർ ജെസി ജോർജിനെ ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും, മാതാപിതാക്കൾക്കും, എല്ലാ സഹോദരങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാന് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് ആവും. അഡ്വാൻസ് ആയിട്ടൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, ഡ്യൂട്ടി ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ട്. ദൈവത്തെ ഞാൻ അതിയായി സ്തുതിക്കുന്നു. അപ്പോൾ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ പാടിയ കുഞ്ഞൊക്കെ നല്ല പാട്ടുകാരിയാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരോടായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്നോട് സഹകരിക്കുക. ഓക്കെ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാന് എന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പ്രോഗ്രാമില്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഒരു പാട്ട് 4 ലൈൻ പാടും. അതിന്റെ കണ്ടന്റ് നിങ്ങൾ പറയണം. ഞാൻ പറയുന്നവര് വേണം പറയാന്, പേര് പറയുന്നവര്. എല്ലാരും ചാടിക്കറി പറയരുത്. ഓക്കെ, പിന്നെ എക്സ്പെഷ്യലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗിൽ ഇതുപോലെ പ്രോഗ്രാം വെച്ചപ്പോ വിന്നറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ഈ വർഷവും അത് ഉണ്ടായിരിക്കും എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. സെക്രട്ടറി അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. ഞാൻ പാടുന്ന 5 പാട്ടുകളും സിമിലാരിറ്റി ഉള്ള പാട്ടാണ്. അപ്പൊ അതിൽ നിന്ന് വേണം നിങ്ങൾ ചോയ്സ് ചെയ്ത് അതിന്റെ അർത്ഥം പറയാനായിട്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. അതിന്റെ ബാക്കി നിങ്ങൾ ബാക്കി 2 ലൈൻ പാടിയിട്ട് അതിന്റെ അർത്ഥം പറയണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ആ സ്നേഹ വിജോയ് ചക്കരക്കുട്ടി പാടിക്കോ, തകർത്തോ പെട്ടെന്നാട്ടെ. ഓക്കെ, നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒരു ലൈൻ പാടിയാൽ മതി മക്കളെ, ഒത്തിരി സമയമില്ലാത്ത. ഒരു ലൈൻ മതി. അത് ആ 4 ലൈൻ പാടിക്കോ, എന്നിട്ട് പെട്ടെന്ന് പറയണേ. ഓക്കെ, മതി. ഇനി അതിനകത്ത് ഉൾക്കൊണ്ടത് എന്താന്നുള്ളത് പറ. യേശുപ്പച്ചനെ കുറിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ യേശുപ്പച്ചനെ പറഞ്ഞോ. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്നു.
ഒന്നിനും കുറവില്ല നമ്മളെ നടത്തുകയല്ലേ. ഒരു ഇമ്മാനുവേലിന്റെ അർത്ഥം എന്താ അറിയാവോ? ഇമ്മാനുവേലെ അങ്ങേക്ക് നന്ദി. ദൈവം എല്ലാം ഒരു കുറവില്ല നമ്മളെ നടത്തുമ്പോ ആ ഇമ്മാനുവേലെ നീ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അങ്ങേക്ക് നന്ദി. നന്ദി. താങ്ക് യു മോളെ. ഓക്കെ, താങ്ക് യു. അടുത്തത് ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിന്തോളിലീകുവാനോർത്തില്ല. ഇതില് മിനിമോൾ KJ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കാണുന്നു. ആ ഡിവൈസിൽ നിന്ന് പാടണം. പ്രൈസ് ദി ലോർഡ്. മിനിമോൾ KJ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. മിനിമോൾ KJ എന്നുള്ള ഡിവൈസ് കാണുന്നു. ഉണ്ടോ ആള്? ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അടുത്ത ആളിനെ ജോഷി ജോസ്. ജോഷി ജോസ് എന്നാണ് ഡിവൈസിന് ആരെങ്കിലും പാടാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്ലീസ് ദയവായിട്ട് എല്ലാരും കോപ്പറേറ്റ് ചെയ്യുക. ജോഷി ജോസ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അടുത്ത ആളിനെ വിളിക്കുകയാണ്. സാജു തങ്കച്ചൻ. ഡിവൈസ് സാജു തങ്കച്ചൻ. സോറി സിസ്റ്റർ, അറിയില്ല. എന്തോ? അറിയില്ല കേട്ടോ. ഓക്കെ. ശരി. അപ്പൊ ലതാ ഷാജി ആന്റി പാടിയാട്ടെ. എനിക്ക് ആ പാട്ട് അറിയില്ല. ആ പാടിക്കോ. ഞാൻ എന്റെ ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിന്തോളിലേകുവാനോർത്തില്ല ഞാൻ. നമ്മുടെ ഹൃദയത്തിലെ ദുഃഖഭാരങ്ങളെല്ലാം പാട്ടറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ പാട്ട് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ പാട്ടറിയില്ല. അത് ഹാൻഡ് ഓവർ ചെയ്തു ആർക്കെങ്കിലും. ടൈം പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഏകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണ് എന്നേകിയ ആശ്രയം. പറഞ്ഞോ ആന്റി. ഇനി പ്രൈസ് ദി ലോർഡ്. ആന്റി പോയെന്ന് തോന്നുന്നു. ആരും അവിടെ പാടി. നമ്മുടെ സെക്രട്ടറി ആണ് പാടി. സെക്രട്ടറിക്ക് ഇത് പാടാവുന്നതാണ്. ഓക്കെ, ടൈം ഓവർ ആകുന്നു. എനിക്ക് മൊത്തം അറിഞ്ഞൂടാ, എന്നാലും ശാലം പറയാം, പാടാം. ായിരുന്നു. ഓക്കെ, താങ്ക് യു. ടൈം പോകുന്നു. അപ്പൊ എല്ലാ പാട്ടുകളും ഞാനിതേ പാട്ടൊക്കെ മിക്കവാറും പാടുന്നതാണ് ഗ്രൂപ്പിൽ. എല്ലാരും ശ്രദ്ധിക്കുന്നില്ല ആരും. പാട്ടൊക്കെ കേൾക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഉൾത്തടത്തെ ദുഃഖഭാരമെല്ലാം, നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലെ ഞാൻ കൊടുക്കുവാൻ ഞാൻ മറന്നുപോയെന്നാണ് ആ പാട്ടിന്റെ കണ്ടന്റ്. പിന്നെ ഏകനാകുമ്പോൾ നമ്മുടെ മനസ്സ് തീർമ്പോ യേശു അല്ലാതെ വിശപ്പച്ചനല്ലാതെ നമുക്ക് ആരുമില്ല, കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ അവരോടായിട്ടാ ഞാൻ സംസാരിക്കുന്നത്. അടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ജാനറ്റ് ജേസൺ പാടിയാട്ടെ എന്റെ ബാക്കി. ആന്റി ഒന്നുകൂടി പാടോ? ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ബാക്കി അറിയാവോ? ഇല്ല ആന്റി, ഈ പാട്ട് അറിയത്തില്ല.
അമ്മയ്ക്കറിയോ? ജാൻസി അമ്മയ്ക്ക് അറിയാവോ? അറിയത്തില്ല. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ സ്നേഹിച്ചു. നീ എന്ന് നമ്മളെ സ്നേഹിക്കാനാ? എന്താ കർത്താവേ, എന്നിൽ ഒന്നുമില്ലെന്നുള്ളതാണ് ആ പാട്ടിന്റെ അർത്ഥം. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ മാസ്റ്റർ ആണ്, ചോദ്യം ഉത്തരം എല്ലാം കൂടെ പറയുന്നത്. ഓക്കെ, അടുത്തത് നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഇതിനകത്ത് ഇനി ഞാൻ ചോദിക്കാനുള്ള ഡിവൈസ് ആൽഫിൻ പറഞ്ഞ മോനെ. ആൽഫിനെ പറഞ്ഞേ. ആൽഫിൻ മാത്യു പോയോ? ഞാൻ പാടിയാ മതി. എന്നാ സ്റ്റീഫൻ പാസ്റ്റർ പാടിക്കോ. അതിന്റെ പാടിയിട്ട് അതിന്റെ കണ്ടന്റോടെ പറയണേ. പറഞ്ഞോ. നിൻമഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. സമയമില്ലാത്തതുകൊണ്ട് അധികം പാടുന്നില്ലേ. ദൈവം നമ്മളെ ഒന്നുമില്ലാത്തടത്തും നമ്മളെ ഉരുവാക്കി, അതിനുശേഷം നമുക്ക് തന്റെ പുത്രനെ അയച്ച് നമ്മളെ രക്ഷിച്ചു. ആ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാനിവിടെ 5 ക്വസ്റ്റ്യൻ തയ്യാറാക്കി 4 ചോദിച്ചുള്ളൂ. കാരണം ആരും അധികം റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതിനകത്ത് നമ്മുടെ സിസ്റ്ററും സ്റ്റീഫൻ അങ്കിള്, പിന്നെ മോള് ബിജോയി ബ്രദറിന്റെ മോള് സ്നേഹ മോള്, 3 പേര് എന്താണേലും കോപ്പറേറ്റ് ചെയ്ത് താങ്ക് യു. ഇനി കുഞ്ഞുങ്ങള് പ്രത്യേകിച്ച് ആന്റിക്ക് ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാരും പാട്ട് കേൾക്കണം. നല്ല നല്ല പാട്ടുകളുണ്ട്. യേശപ്പച്ചനെ പ്രകീർത്തിക്കുന്ന നല്ല പാട്ടുകളുണ്ട്. എല്ലാവരും കേൾക്കുക, പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ പാട്ടൊക്കെ ഒത്തിരി പഴയ പാട്ടുകളാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാമിൽ ഞാൻ വരുന്നുണ്ട് പാട്ടിനെ ആസ്പദമാക്കി. അപ്പൊ എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആന്റി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തായി ഒരു ആക്ഷൻ സോങ് ആണ്. അതിനായി പെർസിസ് ആൻഡ് പ്രിസ്കില്ലയെ ക്ഷണിച്ചോളുന്നു. അത് മ്യൂട്ടാണേ, മൈക്ക് മ്യൂട്ടാ. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു നാൾ രാജാവ് വന്നിടും, സന്തോഷഗീതം എന്നെ കൊണ്ടുപോകാൻ വന്നിടും. എന്റെ പ്രത്യാശ ഞാൻ പോയിരിക്കും. ദൈവത്തിൽ പൈതല ജീവിതം ആനന്ദമുണ്ട്, ആമോദമുണ്ട്, ദുഃഖങ്ങളിൽ കവിതേ. ദൈവത്തിൽ പൈതല ജീവിതമായി പോകാമിടേ. ഇത് ആത്മകൊട്ടാരം, ഞാൻ യേശുവാണ്. ഇത് സ്വർഗീയ കൊട്ടാരം, ഇത് ആത്മകൊട്ടാരം, ഞാൻ യേശുവാണ്. ഇത് സ്വർഗീയ കൊട്ടാരം. ഒരു നാൾ രാജാവ് വന്നിടും, സന്തോഷഗീതം വന്നിടും. എന്നെ കൊണ്ടുപോകാൻ വന്നിടും.
എന്റെ പ്രത്യാശ നാട്ടിൽ താങ്ക് യു പെർസിസ് ആൻഡ് പ്രിസ്കില്ല. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു ആക്ഷൻ സോങ് ആയിരുന്നു. അടുത്തതായി സോളോ സോങ് പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് പിന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. പക്ഷെ ലാസ്റ്റ് വിളിക്കാൻ നമ്മളെ ഗസ്റ്റായിട്ട് കയറിയിട്ടുള്ളവർക്ക് അവസരം കൊടുക്കും. സമയമില്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കുക. അവരെ പിള്ളേർക്ക് പുതിയതായിട്ട് കയറിയിട്ടുള്ള പിള്ളേർക്ക് അവർക്ക് അവസരം കൊടുക്കേ. ഞാൻ സിന്ധുജയുടെ ഡാൻസ് പ്രോഗ്രാം ഇപ്പോഴൊന്ന് ആക്കും. അവരൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാസ്റ്ററിന്റെ ആ പ്രോഗ്രാം അങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. അവര് റെഡി ആയിട്ടിരിക്കുകയാണ്. പിള്ളേര് ചോദിച്ചിരിക്കുന്നു. അപ്പോ ജമീമ മോളെ ജസ്വിൻ ആൻഡ് സിന്ധുജ ആക്ഷൻ സോങ് ഉണ്ടല്ലോ, അത് ഇപ്പം വിളിച്ചോളൂ പാസ്റ്ററിനെ. ഓക്കെ ആൻറ്റി, ഓക്കെ. അടുത്തതായി ആക്ഷൻ സോങ് ആണ്. അതിനായി ജസ്വിനെ ആൻഡ് സിന്ധുജയെ ക്ഷണിച്ചോളുന്നു. Praise the Lord. ഹലോ, പ്രോഗ്രാം കാണുന്നില്ല. സജു ബ്രദർ, സജു ബ്രദർ സോങ്സ് കേൾക്കുന്നില്ല.
താങ്ക് യു ജസ്മിന ആൻഡ് സിന്ധുജ. നല്ല മനോഹരമായ ഒരു ആക്ഷൻ സോങ് ആയിരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി സാംസ് മെമ്മറി വേർഡ്സ് ആണ്. അതിനായി ജുവൽ ജോൺസനെ ക്ഷണിച്ചുകൊള്ളുന്നു. മെമ്മറി വേർഡ്സ് ജുവൽ ജോൺസൺ. ജമീമ അവർക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത സിയയ്ക്കും ജുവൽ എന്ന് പറഞ്ഞ കേറി. ഓക്കെ. അടുത്ത പ്രോഗ്രാം അന്വേഷിച്ച് കണ്ടെത്താം എന്ന പ്രോഗ്രാം ആണ്. അതിനായി സിസ്റ്റർ ജാനറ്റ് ജെയ്സനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അന്വേഷിച്ച് കണ്ടെത്താൻ എന്നതിലേക്ക് സ്വാഗതം. എല്ലാവരും ബൈബിൾ എടുത്ത് റെഡി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. തുടങ്ങാം. ആദ്യത്തേത് സങ്കീർത്തനം 40-ാം അധ്യായം, വാക്ക് മഹാസഭ. എല്ലാരും വേഗത്തിലെടുത്ത് പറയണം. സങ്കീർത്തനം 40, വാക്ക് മഹാസഭ. 9-ാം വാക്യം. കറക്റ്റ് ആണ്. ലത ആന്റി അല്ലേ? അല്ല, ജെസ്സി ആന്റി. ഓക്കെ. അടുത്തത് രണ്ടാമത്തത് ന്യായാധിപന്മാർ 15-ാം അധ്യായം, വാക്ക് ഏതാം പാറ. ന്യായാധിപന്മാർ 15, ഏതാം പാറ. വേഗം. അല്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ പറയും. പറയട്ടെ? എത്ര? 8. ഏതാം പാറ? 8-ലുണ്ടോ? 15-8. ഓക്കെ. അനു. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പുറപ്പാട് 15-ാം അധ്യായം, വാക്ക് യുദ്ധവീരൻ. പുറപ്പാട് 15, യുദ്ധവീരൻ. പതിനഞ്ചിന്റെ 3 കറക്റ്റ് ആണ്. അടുത്തത് 1 ദിനവൃത്താന്തം 8-ാം അധ്യായം, വാക്ക് മീകായേൽ. 1 ദിനവൃത്താന്തം 8, മീകായേൽ. 16. ആരാ പറഞ്ഞ? ജമീമ. 16 ആരാ പറഞ്ഞ? ഫസ്റ്റ് ജമീമ. അഞ്ചാമത്തത് സഭാപ്രസംഗി 4-ാം അധ്യായം, വാക്ക് പ്രതിഫലം. സഭാപ്രസംഗി 4, പ്രതിഫലം. വേഗം പറയുക. വാക്ക് പ്രതിഫലം.
4:9. കറക്റ്റ് ആണ്. അടുത്ത ആറാമത്തത് ഇരമ്യാവ് 12-ാം അധ്യായം. ഇരമ്യാവ് 12 വാക്ക് യഹോവയുടെ അരുളപ്പാട്. ഇരമ്യാവ് 12 യഹോവയുടെ അരുളപ്പാട്. മൂന്നാമത്തെ വാക്യം, 13 യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായതെന്തെന്നാൽ. ഓക്കെ, കറക്റ്റ്. അടുത്ത ഏഴാമത്തത് മത്തായി 14-ാം അധ്യായം വാക്ക് ധൈര്യപ്പെടുവിൻ. മത്തായി 14 ധൈര്യപ്പെടുവിൻ. ധൈര്യപ്പെടുവിൻ. ഇരുപത്തേഴാം വാക്യം യേശു ഉടനെ അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാവുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. കറക്റ്റ്. അടുത്ത എട്ടാമത്തത് 2 പത്രോസ് 1-ാം അധ്യായം വാക്ക് ഉദയനക്ഷത്രം. 2 പത്രോസ് 1 ഉദയനക്ഷത്രം. 2 പത്രോസ് 1. സ്നേഹ. കറക്റ്റ് ആണ്. അടുത്ത 9-ാമത്തത് ഫിലിപ്പിയർ 3-ാം അധ്യായം വാക്ക് മാതൃക പ്രകാരം. ഫിലിപ്പിയർ 3 മാതൃക പ്രകാരം. വേഗം പറയാ, പകുതി കഴിഞ്ഞിട്ടാണ്. 3:17 കറക്റ്റ് ആണ്. ജമീമ അല്ലേ? ലാസ്റ്റത്തെയാണ് യോന 2-ാം അധ്യായം വാക്ക് സ്തോത്രനാദത്തോടെ. യോന 2 അധ്യായം വാക്ക് സ്തോത്രനാദത്തോടെ. 9-ാമത്തെ വാക്യം ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. കറക്റ്റാണ്. ഇതോടെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ പോയിന്റ് വായിക്കാം. ജെസ്സി ആന്റി 4 പോയിന്റ്, ജമീമ 3 പോയിന്റ്, അനു 1 പോയിന്റ്, സ്റ്റീഫൻ പാസ്റ്റർ 1 പോയിന്റ്, സ്നേഹ 1 പോയിന്റ്. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ഒരു സോങ് ആണ്. അതിനായി അൽറ്റീന ബിജോയെ ക്ഷണിച്ചോളൂ. സോങ് അൽറ്റീന ബിജോയ്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും മാധുര്യമേകും മൊഴികളാൽ തൻ സ്നേഹം എന്നോടു പങ്കുവെക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ
ആ ചുടുമതി യേശുവന്റെ കൂടെ മതി അന്ത്യം വരെ ആ ചുടുമതി യേശുവന്റെ കൂടെ മതി യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ ഇരുളേറും രാത്രി വഴിയേതെന്നറിയില്ല തിര ഉയരും യാമത്തിൽ തീരമൊന്നും കാണില്ല ഒന്നു ഞാൻ അറിയുന്നെന്റെ വിളിച്ച ദൈവം വിശ്വസ്തൻ കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു കാവലായി പെരുവെള്ളവും തോറ്റു പോകുമേ യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ പെരുവെള്ളവും തോറ്റു പോകുമേ യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. താങ്ക് യു അൽറ്റീന ബിജോയ്. മനോഹരമായ ഒരു ഗാനമായിരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ബൈബിൾ ക്വിസ് ആണ്. അതിനായി സിസ്റ്റർ ജാൻസി ജേസനെ ക്ഷണിച്ചോളുന്നു. നമ്മുടെ ഈ വർഷത്തെ രണ്ടാമത്തെ യൂത്ത് മീറ്റിംഗിൽ ഇത്തരത്തിലുള്ള യൂത്ത് മെമ്പേഴ്സ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിനേക്കാളും കുറച്ചുകൂടി യൂത്ത് മെമ്പേഴ്സ് എല്ലാം ഉണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ സ്വാഗതത്തെ അറിയിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന തോമസ് ചെറിയ സാറ്, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ കെ പാസ്റ്റർ, യൂത്ത് സെക്രട്ടറി ആയിരിക്കുന്ന ബീന സിസ്റ്റർ, അതുപോലെ ജോയിന്റ് സെക്രട്ടറിമാരായിരിക്കുന്ന ജാനറ്റ് ജേസൺ, ആൽബിൻ മാത്യു, അതുപോലെ അധ്യക്ഷയായിരിക്കുന്ന ജിനിമ സണ്ണി, അതുപോലെ യൂത്ത് മെമ്പേഴ്സ്, സഹോദരിമാര്, ദേവദാസന്മാര്, സഹോദരിമാര്, എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ യൂത്ത് മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കണേ. വീഡിയോ ഓൺ ആക്കിയിട്ട് വേണം ആൻസർ പറയുക. നോക്കി പറയരുത്. സമ്മാനം ഉള്ളത് കൊണ്ട് മുൻഗണന യൂത്തിനാണ്. യൂത്തിന് അറിയത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാം, ആൻസർ പറയാം. സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെ പോലെ ആരാദ്യം പറഞ്ഞേ? ജാനറ്റ് ആണോ ബീന സിസ്റ്റർ ആണോ? എല്ലാരും ഒരുമിച്ച് പറഞ്ഞു. ഓക്കെ, ഉത്തരം ശരിയാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ഉത്തരം പറയാട്ടോ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. കപടഭക്തിക്കാരെ പോലെ. ഒന്നാമത്തെ ആൻസർ ആർക്ക് കൊടുക്കും? ബീന സിസ്റ്ററും ജാനറ്റ് രണ്ടുപേർക്കും ഓരോന്ന് കൊടുക്കാം. രണ്ടാമത്തത്, എങ്ങനെയുള്ള സ്ഥലത്താണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടത്? നമ്മുടെ ഹൃദയം. എന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം. ഫോൺ അടുത്തിരിക്കുന്നുണ്ടോ അല്ലയോ? ബൈബിളിൽ പറഞ്ഞതുപോലെ അതിനകത്ത് പറഞ്ഞതല്ലേ പറയണേ. എങ്ങനെയുള്ള സ്ഥലത്താണ് നിക്ഷേപം സ്വരൂപിക്കേണ്ടതെന്നാണ്. സോറി, ഒന്നുകൂടെ ചോദിക്കുമോ ക്വസ്റ്റ്യൻ? പുഴുവും തുരുവും കെടുത്താത്തതായ അല്ലേ? അതെ അതെ അതെ. പുഴുവും തുരുമ്പും കെടുത്താത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അത്രയും ആരും പറഞ്ഞില്ലല്ലോ മുഴുവനും. ഓക്കെ ഓക്കെ ഓക്കെ, അത്ര ആരും പറഞ്ഞില്ല. അപ്പൊ ക്രിസ്മസ് ആണ് പോയിന്റ്. മൂന്നാമത്തത്, ആഹാരത്തെക്കാളും ഉടുപ്പിനേക്കാളും വലുത് എന്താണ്? ജീവനും ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുത്. ഓക്കെ, കറക്റ്റ് ആണ്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവുമാണ് വലുത്. അടുത്തത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം?
നിങ്ങളെ വിധിക്കരുത്. തന്നെത്താൻ വിധിക്കണം, അങ്ങനല്ലേ? അല്ല, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുന്നതിന് വിധിക്കരുത്. നിങ്ങളെ തന്നെ വിധിക്കരുത്. മത്തായി 7:1. 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആര്? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആര്? ഹൃദയശുദ്ധിയുള്ളവർ, അവർ ദൈവത്തെ കാണും. അതല്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആര്? ദൈവത്തെ കാണണമെങ്കിൽ സ്വർഗരാജ്യത്തിൽ ചെല്ലണ്ടേ? അത് ബൈബിള് ബാക്കി കാര്യം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. പിള്ളേർക്കറിയത്തില്ല, മുതിർന്നവർക്ക് പറയാതെ. ജീവങ്കിലേക്കുള്ള ഒന്നും അറിയില്ല, ഞാൻ തന്നെ പറയാം. സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. വായിച്ചിട്ടില്ലേ? അപ്പൊ എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുകയും പിതാവിന്റെ ഇഷ്ടത്തെ അനുസരിക്കുകയും. ന്യായപ്രമാണം മാറ്റി യേശു 2 കാര്യമായിട്ട് ഒതുക്കിയായിരുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവനും. ഓക്കെ, അടുത്തടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ബെറ്ററായി വരട്ടെ, തുടങ്ങും. അടുത്ത ക്വസ്റ്റ്യന്, പാറമേൽ വീട് പണിത മനുഷ്യൻ ആരോട് തുല്യമാണ്? ബുദ്ധിയുള്ള മനുഷ്യനോട്. ബുദ്ധിയുള്ള മനുഷ്യനോടാണ്. പക്ഷെ അത് എന്ത് കേട്ടനുസരിച്ചിട്ടാണ്? വചനം. ഓക്കെ, കറക്റ്റ് ആൻസർ. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. ഏകദേശം അടുത്ത് വന്നു അല്ലേ? ആരൊക്കെ ആൻസർ പറഞ്ഞു? ഒന്ന് ജാനത്ത്, പിന്നെ ആരാ പറഞ്ഞേ? രണ്ടുപേരും പറഞ്ഞേ, പറ. ആരൊക്കെയാ പറഞ്ഞേ? വീഡിയോ ഓൺ ചെയ്യണേ, എന്നാലേ കാണത്തുള്ളൂ ആരൊക്കെ ആൻസർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, ശതാധിപന്റെ ബാല്യക്കാരന്റെ അസുഖം എന്തായിരുന്നു? അതെ, പക്ഷപാതമായിരുന്നു ശതാധിപന്റെ ബാല്യക്കാരന്റെ അസുഖം. അടുത്ത ക്വസ്റ്റ്യൻ, മത്തായിയെ യേശു എവിടെ നിന്ന് കണ്ടു? മത്തായിയുടെ ജോലി എന്തായിരുന്നു? അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. മത്തായിയുടെ ജോലി ചുങ്കക്കാരൻ. ചുങ്കം പിരിക്കുന്നത്. മീൻപിടുത്തം. യേശുവിനെ അല്ല, മത്തായിയെ യേശു എവിടെ വെച്ചാ കണ്ടത്? എല്ലാവർക്കും പറയാട്ടോ, ഇതെല്ലാരും മിണ്ടാതിരിക്കുന്നത്. വീഡിയോ ഓൺ ആക്കുന്നില്ല, സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ബൈബിൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത്. പറയാം, മത്തായിനെ യേശു എവിടെ വെച്ചോ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവന് ജോലി പറഞ്ഞു. ബൈബിള് വായിക്കാനായിട്ടാണ് ആദ്യം റെഫറൻസ് പറയുന്നത്, എവിടെ മുതൽ എവിടം വരെയാണെന്ന് പറയുന്നത്. എന്നിട്ടും വായിച്ചിട്ടില്ലല്ലോ ആരും. മുതിർന്നവർക്ക് പറയാട്ടോ. ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് പറയാട്ടോ. സിസ്റ്ററും ജെസി സിസ്റ്റർ ഒന്നും മിണ്ടുന്നില്ലേ? ഓക്കെ, ഞാൻ പറയണേ. മത്തായി യേശു ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടത്. മത്തായിയുടെ ജോലി ചുങ്കം പിരിക്കുന്നു. സജു ബ്രദർ പറഞ്ഞായിരുന്നു ആൻസർ. പറഞ്ഞായിരുന്നോ? കേട്ടില്ല കേട്ടോ. പറഞ്ഞിരുന്നോ? പറഞ്ഞായിരുന്നു ചുങ്കം പിരിക്കുന്ന പറഞ്ഞായിരുന്നു. അത് ജാൻറ്റും പറഞ്ഞു. പക്ഷെ എവിടെ വെച്ചാ കണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ രണ്ടുപേർക്ക് അരയര പോയിന്റ്. അല്ല, എവിടെ വെച്ചാ കണ്ടെന്ന് രണ്ടുപേരും പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 12 അപ്പോസ്തലന്മാർ ആരൊക്കെ? അവരുടെ പേരെന്ത്? അറിയാമോ? യേശുവിന്റെ 12 ശിഷ്യന്മാര്, അവരുടെ പേര് എന്തൊക്കെ? ശിഷ്യന്മാരുടെ പേര് വെച്ചിട്ടില്ല എല്ലാവരും? വേഗം പറ. യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, അന്ത്രയോസ്.
ആരാണ് പറയുന്നൊരു വീഡിയോ ഉണ്ടാക്കണം കേട്ടോ. ആൻസർ പറയുന്നൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് വേണ്ടോ? വീഡിയോ ഉണ്ടാക്കാൻ ആൻസർ പറയുന്ന അസാധുവാണേ. പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അന്ത്രയോസ്, അന്നേരം വീഡിയോ ഓണാക്കത്തിൽ പറഞ്ഞ എന്തറിയോ, യോഹന്നാൻ, 3-4 ആയി. എല്ലാം എത്തിയില്ല, എന്നാലും പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബെദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ബർത്തലോമായി, തോമസ്, യാക്കോബ്, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ, ഓക്കെ. സ്നേഹമോളാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ദീന സിസ്റ്ററും ചാറ്റുമോളും പറഞ്ഞു, പക്ഷെ എങ്കില് ഫുള്ള് കറക്റ്റ് ആയില്ല. അപ്പൊ കറക്റ്റ് ആയ സ്നേഹമോൾക്കാണ് പോയിന്റ് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെയാണ്. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ സ്വീകരിക്കുന്നവന് എന്ത് കിട്ടും? എന്താ കിട്ടുക? അറിയില്ല. പ്രവാചകൻ എന്ന് വെച്ച് ഒരു പ്രവാചകനെ കൈക്കൊള്ളുന്നവന് സ്വീകരിക്കുന്നവന് എന്ത് കിട്ടും എന്ന് യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അറിയാവുന്നവര് പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സമയം പോകുന്നു. ആർക്കും അറിയില്ല, ഞാൻ തന്നെ പറയുന്നുണ്ട്. പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. പ്രവാചകന്റെ പ്രതിഫലം. അപ്പോൾ അടുത്ത പ്രാവശ്യം എല്ലാവരും വായിച്ചിട്ട് വരണം. ഇന്ന് കുറച്ച് വായിച്ചു, മുഴുവൻ വായിച്ചില്ല എന്ന് ഉറപ്പായി. അടുത്ത പ്രാവശ്യം 10 തൊട്ട് 15 വരെയാണ്. എല്ലാവരും മത്തായിയുടെ സുവിശേഷം എല്ലാവരും വായിച്ചിട്ട് വരിക. എത്രത്തോളം സഹകരിക്കുകയും ആൻസർ പറയുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചക്കാലം എല്ലാവരും ആക്റ്റീവായിട്ട് ബൈബിള് വായിച്ച് പഠിച്ചിട്ട് വരിക. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പോയിന്റ് നിന്നോട് പറയാം. പോയിന്റ് എഴുതിയിട്ടുണ്ടോ? ജിമ്മി എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? മൈക്ക് മുട്ടാ നമ്മളെ. എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. പറയാം, ഞാൻ എഴുതി കറക്റ്റ് ആണ് കേട്ടോ. കിസ് മാസ്റ്റർ 2 പോയിന്റ് കറക്റ്റ്. ജാനറ്റ് ജെയ്സൺ 2 പോയിന്റ്, ജെസി സിസ്റ്റർ 1 പോയിന്റ്, പിന്നെ സജു ബ്രദർ ആൻഡ് ജാനറ്റ് അര പോയിന്റ്, സ്നേഹ 1 പോയിന്റ്, ബീനാസ് ആണോ? കറക്റ്റ്. അപ്പൊ ഞാൻ എഴുതിയൊരു വ്യത്യാസമുണ്ട്. ബീന സിസ്റ്റർ 1 അല്ലേ? ഒന്ന്. ബീന സിസ്റ്റർ 1, ജെസി സിസ്റ്റർ 1, സ്നേഹമോൾ 1, സജു ബ്രദർ അര, ജാനറ്റ് 4.5, മാസ്റ്റർ 2. ഓക്കെ അല്ലേ? 4, 5, 6, 7, 8, 9, 10. കിസ് മാസ്റ്റർ 4, കിസ് മാസ്റ്റർ 2, 4, 5, 6, 7, 9, 10. ഓർമ്മ അരയരെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇന്നത്തെ പോയിന്റ് നില എഴുതിയിട്ടുണ്ട്. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. തുടർന്നും എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ബൈബിൾ പഠിക്കുക. ദൈവവചനം പഠിക്കുന്ന എന്താണ്? യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും തന്നെ പരിശുദ്ധത്തിനെ കുറിച്ചുള്ള അറിവ് വിവേകവുമാകുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഭജനം പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം വയ്ക്കുന്നത്. എല്ലാവരെയും ഒരിക്കലൂടെ സ്വാഗതം ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ആന്റി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായ ഒരു സോങ് ആണ്. അതിനായി സിസ്റ്റർ ഹെപ്സിബെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെ ആശ്രയം അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെ ആശ്രയം അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം ആരാധന അങ്ങേയ്ക്ക് ആരാധന എന്നേശുവേ അങ്ങേയ്ക്ക് ആരാധന ആരാധന അങ്ങേയ്ക്ക് ആരാധന എന്നേശുവേ അങ്ങേയ്ക്ക് ആരാധന എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ വചനത്താൽ എന്നെ കഴുകണമേ നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ ശുദ്ധാത്മാവിനായി എന്നെ നിറയ്ക്കണമേ എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻ വചനത്താൽ എന്നെ കഴുകണമേ നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ആരാധന അങ്ങേയ്ക്ക് ആരാധന എന്നേശുവേ അങ്ങേയ്ക്ക് ആരാധന ആരാധന അങ്ങേയ്ക്ക് ആരാധന എന്നേശുവേ അങ്ങേയ്ക്ക് ആരാധന നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി നീ നയിക്കണമേ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിറത്തിടണേ നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയാൽ എന്നെ നയിക്കണമേ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിറത്തിടുമേ ആരാധന അങ്ങേയ്ക്ക് ആരാധന എന്നേശുവേ അങ്ങേയ്ക്ക് ആരാധന ആരാധന അങ്ങേയ്ക്ക് ആരാധന എന്നേശുവേ അങ്ങേയ്ക്ക് ആരാധന താങ്ക് യു ഹെപ്സിബ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തതായി വേർഡ് ഓഫ് ഗോഡ് ആണ്. അതിനായി അനുഗ്രഹ ജോഷിയെ ക്ഷണിച്ചോളുന്നു. അവര് ലെഫ്റ്റ് ആയി പോയി. ഓക്കെ, അടുത്തതായി സ്റ്റീഫൻ പാസ്റ്റർ ഒരു പാട്ടാണ്. അതിനായി പാസ്റ്റർ ക്ഷണിച്ചോളുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സഹോദരി എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ദൈവം അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്, കാറ്റിനെ ഒരു വാക്കിനാൽ കാറ്റിനെ ശാന്തമാക്കുന്ന ദൈവമാണ്, പാപിയായ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. നൃത്തം വരുന്ന ഒരു തമിഴ് പാട്ടാണ്. ഞാൻ കണ്ടക്ഷൻസ് കുറവായിരിക്കും എന്നോർത്താണ് ഞാൻ പാട്ടിനേറ്റത്. പാടാനുള്ളതില്ലെങ്കിലും പാടാം. അതിശയങ്ങൾ செய்கிறவர் நம் அருகில் இருக்கிறார், அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் வசிக்கிறார். அதிசயங்கள் செய்கிறவர் நம் அருகில்
அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் வசிக்கிறார். தண்ணீரை இரத்தமாய் மாற்றினார் அதிசயம். தண்ணீரை இரத்தமாய் மாற்றினார் அதிசயம். வெறும் தண்ணீரை ராசரசமாய் மாற்றினார் அதிசயம். வெறும் தண்ணீரை ராசரசமாய் மாற்றினார் அதிசயம். அதிசயங்கள் செய்கிறவர் நம் அருகில் இருக்கிறார். அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் வசிக்கிறார். செங்கடலே இரண்டாக பிரித்திட்டார் அதிசயம். செங்கடல் இரண்டாக பிரித்திட்டார் அதிசயம். புயல் காற்றே தம் ஆணையாலே அடக்கினார் அதிசயம். புயல் ஆணையாலே அடக்கினார் அதிசயம். அதிசயங்கள் செய்கிறவர் நம் அருகில் இருக்கிறார். அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் வசிக்கிறார். குருடருக்கும் செவிடருக்கும் சுகம் தந்தார் அதிசயம். குருடருக்கும் செவிடருக்கும் சுகம் தந்தார் அதிசயம். ஒரு சொல்லாலே மரித்தோரே எழுப்பினார் அதிசயம். ஒரு சொல்லாலே மரித்தோரை எழுப்பினார் அதிசயம். அதிசயங்கள் செய்கிறவர் நம் அருகில் இருக்கிறார். அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் வசிக்கிறார். பாவியான என்னையும் உயர்த்தினார் அதிசயம். பாவியான என்னையும் உயர்த்தினார் அதிசயம். ஏழையன் மீதும் நேசக்கரம் நீட்டினார் அதிசயம். ஏழையன் மீதும் நேசக்கரம் நீட்டினார் அதிசயம். அதிசயங்கள் செய்கிறவர் நம் அருகில் இருக்கிறார். அற்புதங்கள் செய்கிறவர் என்றும் நமக்குள் വസിക്കിരാർ. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരു ഗാനമായിരുന്നു. അടുത്തായി വോട്ട് ഓഫ് താങ്ക്സിനായി സിസ്റ്റർ ജാനറ്റ് ജെയ്സനെ ക്ഷണിച്ചോളുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ആദ്യമായി ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി തീരുവാൻ നമ്മളെ എല്ലാവരെയും സഹായിച്ച ദൈവത്തോടുള്ള നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച പാസ്റ്റർ സജു തങ്കച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത നമ്മുടെ യൂത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ആൽവിൻ മാത്യു അവരുടെ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഇന്നത്തെ പ്രോഗ്രാമെല്ലാം അവതരിപ്പിച്ച എല്ലാ ദൈവമക്കളെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ യൂത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സ്റ്റീഫൻ ബാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. സെക്രട്ടറി ആയിരിക്കുന്ന ബീന KJ ഉള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ മിനിസ്ട്രിയുടെ
പ്രസിഡന്റ് ആയിരിക്കുന്ന തോമസ് ചെറിയാൻ അങ്കിളോടുള്ള നന്ദി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മിനു കുരുവിള അങ്കിളിനോടുള്ള നന്ദി അറിയിക്കുന്നു. സെക്രട്ടറിമാരായിരിക്കുന്ന സണ്ണിമത്തേ പാസ്റ്ററോടും ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് ചാക്കോ പാസ്റ്ററോടും നന്ദി അറിയിക്കുന്നു. മറ്റെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സിസ്റ്റർ ജാനറ്റ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനും പാസ്റ്റർ സ്റ്റീഫൻ ജേക്കബ് അവരുകളെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇതുപോലെ എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക. ലാസ്റ്റ് വരെ ഇരിക്കുക. ഇപ്പൊ തന്നെ പകുതിയിലധികം ആളുകൾ ലീവായി പോയി. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത മീറ്റിംഗിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ ഓൺ ചെയ്തൊക്കെ നമ്മൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും തീരുന്നവരെ ഇരിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ദേവദാസന്മാർ വല്ല ലൈനുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നിലയിൽ ഈ യൂത്ത് മീറ്റിംഗ് നടത്തുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദ്യോടൊന്നും തിരുകൃപ കൂടെ ഇരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹീതമായ നിലയിൽ ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്ത പ്രിയ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നമ്മൾക്ക് കൊടുത്ത കഴിവിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. വളരെ നല്ല നിലയിൽ മികച്ച നിലയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഓരോ ദൈവമക്കളോടും ദൈവമക്കൾക്കും വേണ്ടി നന്ദിയോടെ തിരുസനയിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതിനകത്ത് പങ്കെടുത്ത ഓരോ വ്യക്തി ജീവിതങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക മീഡിയ കോർഡിനേറ്റർ പോൾ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന് കൊടുക്കുന്ന കഴിവ് ജ്ഞാനത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന ഞങ്ങളുടെ മിനിസ്ട്രി നടക്കുന്ന സകല പ്രോഗ്രാമുകളെയും ധാരാളമായി അനുഗ്രഹിക്കണം. നേതൃനിരയിലായിരിക്കുന്ന തോമസ് ചെറിയാൻ അങ്കിളെ, സണ്ണിമത്തായി പാഷ, വിനോയ്സൊക്കെ ബ്രദറെ, അതുപോലെ തന്നെ ജോസഫ് ചാക്കോ പാഷ, മറ്റേ ദേവദാസിദാസന്മാർ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സകല പ്രവർത്തനങ്ങളെയും പേപ്പർ വർക്കുകളെല്ലാം എത്രയും വേഗം സാധൂകരിച്ച് പെരുമാറാകണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച് അൻപോടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും സഹവാസവും നാം നടത്തിയ പ്രോഗ്രാമിന്മേലും മിനിസ്ട്രിയുടെ മേലും ദൈവമക്കളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വിജയം നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. നമുക്ക് ബലത്തോടെ വിരിയാം. ദൈവം നമ്മെ അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. Praise the Lord, Pastor.